ഡി ബിനോയിലേക്ക് തിരികെ എത്താം. നിലമ്പൂരിൽ നിന്ന് ഉള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതികരണങ്ങൾ, ഈ ആര്യാടൻ ഷൗക്കത്താണ് സ്ഥാനാർത്ഥി, UDF സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഉള്ള ഒരു തീരുമാനത്തിൻ്റെ തുമ്പത്ത് നിൽക്കുമ്പോൾ പ്രഖ്യാപനം മാത്രമേ ഇനി വേണ്ടതുള്ളൂ. നിലമ്പൂരിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതികരണങ്ങൾ നോക്കാം. കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം UDFിനെ സംബന്ധിച്ചിടത്തോളം UDF സ്ഥാനാർത്ഥി ആരായാലും അവരെ വിജയിപ്പിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞു. അതിന്റെ പ്രവർത്തനമായി മുന്നോട്ട് പോകുക. സ്ഥാനാർത്ഥി ആര് എന്നത് ചർച്ചയല്ല. നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായിട്ട് UDF പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് പൂർണ്ണ സജ്ജമായി നിൽക്കുന്ന സംവിധാനമാണ് ഇവിടെ ഉള്ളത്. സ്ഥിരം ഇവിടെ നിന്ന് തന്നെയാണ് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ ആര്യാടൻ മുഹമ്മദിന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും പ്രവർത്തനത്തിൽ ഇറങ്ങാറ്. അത്തരത്തിലുള്ള പ്രഖ്യാപനത്തിന് വേണ്ടി UDFന്റെ സ്ഥാനാർത്ഥിക്കുള്ള പ്രഖ്യാപനത്തിന് വേണ്ടി ഉള്ള കാത്തിരിപ്പായിട്ടാണ് ഇവിടെ മുഴുവൻ പ്രവർത്തകരും എത്തിയിട്ടുള്ളത്. സ്ഥാനാർത്ഥി ഏതായാലും ഇന്നതെന്തായാലും ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കും. അതിനിടക്ക് അൻവർ സമ്മർദ്ദത്തിലാക്കുകയാണ്. അല്ലാതെ അൻവറിന്റെ ഉദ്ദേശവും UDF ഒക്കെ പിണറായിക്കെതിരെയുള്ള പോരാട്ടമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ പോരാട്ടവുമായി UDF മുന്നോട്ട് പോകും. അതെ, അൻവർ സമ്മർദ്ദത്തിലാക്കുകയാണ് എന്നാണ് ആര്യാടൻ മുഹമ്മദിന്റെ വസതിയിൽ തയ്യാറായി നിൽക്കുന്ന പ്രവർത്തകർ, കോൺഗ്രസ് പ്രവർത്തകരിൽ ചിലരെങ്കിലും പറയുന്നത്. അപ്പോൾ ആ സമ്മർദ്ദത്തിന്, അതായത് ആര്യാടൻ ഷൗക്കത്ത് അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥി നിശ്ചയിക്കപ്പെട്ടിരുന്നെങ്കിൽ ഇതാ UDFും കോൺഗ്രസും സമ്മർദ്ദത്തിന് വഴങ്ങിയിരിക്കുന്നു എന്നുള്ള വ്യാഖ്യാനവും വരുമായിരുന്നു. ഡി ബിനോയിലേക്ക് നമുക്ക് വരേണ്ടതുണ്ട്. ഡി ബിനോയ്, ഇനി ഉള്ള 2-3 കാര്യങ്ങൾ എന്ന് പറയുന്നത് ആര്യാടൻ ഷൗക്കത്ത് എന്നുള്ളത് ഉറപ്പിക്കപ്പെടുന്നു. ഇനി PV അൻവർ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ള ചോദ്യം വരുന്നു. PV അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കുന്നു, അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ് എന്നുള്ളതിലേക്ക് ഒറ്റയ്ക്ക് മത്സരിക്കുന്നു എന്ന് വന്നാൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് കെട്ടിയേൽപ്പിക്കപ്പെട്ട തെരഞ്ഞെടുപ്പാണ് എന്ന് പറഞ്ഞ് മാറി നിന്ന BJPക്കും അങ്ങനെ വെറുതെ നിൽക്കാൻ കഴിയില്ല. BJPക്കും മത്സരിക്കേണ്ടി വരും. കാരണം PV അൻവർ കൂടി മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് 3 പ്രധാനപ്പെട്ട മത്സരമാകുന്നു. അവിടെ BJP മാറി നിൽക്കുന്നത് ഉചിതമാവില്ല. ആ വോട്ടുകൾക്കെല്ലാം പ്രാധാന്യം വരുന്നു. ചെറിയ രീതിയിലുള്ള വോട്ടും ശതമാനം